നട്ടെല്ല് നിവർത്തിയിരിക്കണം. മുഖം ശാന്തമാണ്. കണ്ണുകൾ വളരെ ശാന്തവും സ്വസ്ഥവും ആണ്. മെഡിറ്റേഷൻ തുടർച്ചയായിട്ട് നമ്മൾ 3 തവണ ഓംകാരം ഉച്ചരിക്കും. നട്ടെല്ല് നിവർത്തിയിരിക്കാം. ദീർഘമായി ശ്വാസം എടുക്കാം. ശ്വാസം വിടുമ്പോൾ ഓംകാരം. വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കാം. ശ്വാസം വിടുമ്പോൾ ഓംകാര. വീണ്ടും ഒരിക്കൽ കൂടി ദീർഘമായി ശ്വാസം എടുക്കാം. ശ്വാസം വിടുമ്പോൾ ഓംകാര. മനസ്സും ശരീരവും ശാന്തമാക്കി വയ്ക്കുക. നാഡീശുദ്ധി പ്രാണായാമ. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. വലതു കൈയുടെ പെരുവിരൽ കൊണ്ട് വലതു മൂക്ക് അടയ്ക്കുക. ഇടതു മൂക്കിലൂടെ വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഹോൾഡ് ചെയ്യുക. ഇടതു മൂക്ക് അടയ്ക്കുക. വലതു മൂക്ക് തുറന്ന് വലതിലൂടെ സാവധാനം പുറത്തേക്ക്, വളരെ സാവധാനത്തിൽ പുറത്തേക്ക് വിടാം. വലതു മൂക്കിലൂടെ ദീർഘമായി ശ്വാസം എടുക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യാം. വലതു മൂക്ക് അടച്ച് ഇടത് തുറന്ന് ഇടതിലൂടെ വളരെ സാവധാനം പുറത്തേക്ക്. തുടർച്ചയായി ചെയ്യാം. ശ്രദ്ധ ശ്വാസത്തിൽ. നാഡീശുദ്ധി പ്രാണായാമം. വളരെ സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും വേണം. ശ്രദ്ധ ശ്വാസഗതിയിലായിരിക്കണം. ഉള്ളിലേക്ക് വരുന്ന ശ്വാസത്തിൻ്റെ ഇരട്ടി സമയം കൊണ്ട് പുറത്തേക്ക് വിടാൻ ശ്രമിക്കണം. ശ്വാസം ശബ്ദരഹിതമായിരിക്കണം. ശബ്ദരഹിതമായി ശ്വാസം എടുത്തുവിടും. അല്പം പോലും ശബ്ദം പുറത്തേക്ക് വരാത്ത രീതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. നാഡീശുദ്ധി പ്രാണായാമം. എടുക്കുന്നതിനേക്കാൾ സാവധാനം വേണം ശ്വാസം പുറത്തേക്ക് വിടാൻ. ശ്രദ്ധ ശ്വാസഗതിയിൽ. ശ്രദ്ധയും ശ്വാസഗതിയിൽ സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുത്ത് വളരെ സാവധാനത്തിൽ പുറത്തേക്ക് വിടാം. ഇടതുമൂക്കിലൂടെ ശ്വാസം വിട്ട് അവസാനിപ്പിക്കാം. ഇടതുമൂക്കിലൂടെ ശ്വാസം വിട്ട് അവസാനിപ്പിക്കാം. ഇടതുമൂക്കിൽ കൂടി ശ്വാസം വിട്ട് അവസാനിപ്പിക്കുക. കൈകൾ കാൽമുട്ടിൻ്റെ മുകളിൽ, കൈകൾ ചിന്മുദ്രയിൽ വയ്ക്കാം. കൈകൾ ചിന്മുദ്രയിൽ. നട്ടെല്ല് നിവർന്നിരിക്കട്ടെ. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. മുഖത്ത് നല്ല പുഞ്ചിരി അനുഭവപ്പെടും. നമ്മുടെ ശ്രദ്ധയെ നാസികയുടെ അഗ്രഭാഗത്തേക്ക് കൊണ്ടുവരിക.
രണ്ട് നാസികയിലും കൂടി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ശ്വാസത്തെയും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെയും അറിയുക. രണ്ട് നാസികയിലും കൂടി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ശ്വാസത്തെയും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെയും അറിയാനായി ശ്രമിക്കുക. ശ്രദ്ധ ശ്വാസഗതിയിൽ ആണ്. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ നാസികയിൽ ചെറിയ തണുപ്പും ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നാസാഗ്രങ്ങളിൽ ചൂടും അനുഭവപ്പെടുന്നു. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നാസാഗ്രങ്ങളിൽ ചെറിയ തണുപ്പും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നാസാഗ്രങ്ങളിൽ ചൂടും അനുഭവപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇരു നാസികയിലും കൂടി കടന്നു പോകുന്ന ശ്വാസത്തിൻ്റെ താപവ്യത്യാസത്തെ അറിയാനായി ശ്രമിക്കുക. ശ്വാസം രണ്ട് നാസാദ്വാരങ്ങളിലൂടെയും ഉള്ളിലേക്ക് കടന്ന് കണ്ഠനാളത്തിൻ്റെ ഭാഗത്തെത്തി പതിയെ വളഞ്ഞ് ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നതായി അറിയുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശ്വാസകോശത്തിൽ നിന്ന് കണ്ഠനാള ഭാഗത്തേക്ക് ശ്വാസമെത്തി പതിയെ ആ കുഴലിലൂടെ വളഞ്ഞ് രണ്ട് നാസികയിലും കൂടി പുറത്തേക്ക് പോകുന്നതായി അറിയുക. ശ്വാസം നാസാദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കണ്ഠനാളത്തിൻ്റെ ഭാഗത്തെത്തി അത് വളഞ്ഞ് ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. തിരിച്ച് ശ്വാസം ശ്വാസകോശത്തിൽ നിന്ന് കണ്ഠനാളം വഴി ടേൺ എടുത്ത് നാസികയുടെ ഉള്ളിലേക്ക് വന്ന് രണ്ട് നാസികയിലും കൂടി പുറത്തേക്ക് പോകുന്നതായി അറിയാം. ശ്വാസം പോകുന്ന മാർഗവും ശ്വാസം വരുന്ന മാർഗവും പൂർണ്ണമായി അറിയുക. നാസാഗ്രം മുതൽ ശ്വാസകോശം വരെയും ശ്വാസകോശത്തിൽ നിന്ന് നാസികയിലൂടെ പുറത്തേക്കുമുള്ള പൂർണ്ണമായ ശ്വാസപ്രവാഹത്തെ അറിയുക. ശ്വാസം ടേൺ എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായും
ശ്വാസം യു ടേൺ എടുത്ത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതായും അറിയുക. ശ്രദ്ധയെ തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് കേന്ദ്രീകരിക്കുക. വിശുദ്ധി ചക്രം, തൊണ്ടക്കുഴിയുടെ ഭാഗം വിശുദ്ധി ചക്രം. ശ്രദ്ധ വിശുദ്ധി ചക്രത്തിൽ. ശ്വാസം വിശുദ്ധി ചക്രത്തിലൂടെ ഉള്ളിലേക്ക് വരികയും ശ്വാസം വിശുദ്ധി ചക്രത്തിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതായി അറിയുക. ശ്വാസം എടുക്കുമ്പോൾ വിശുദ്ധി ചക്രത്തിൽ പ്രാണസ്പർശനം അനുഭവപ്പെടണം. ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും വിശുദ്ധി ചക്രത്തിൽ നമുക്ക് പ്രാണസ്പർശനം അനുഭവപ്പെടുന്നതായി അറിയുക. ശ്രദ്ധ വിശുദ്ധി ചക്രത്തിൽ. ശ്വാസം വിശുദ്ധി ചക്രത്തെ സ്പർശിച്ച് ഉള്ളിലേക്ക് വരികയും വിശുദ്ധി ചക്രത്തെ സ്പർശിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതായി അറിയുക. ശ്വാസം എടുക്കുമ്പോൾ വിശുദ്ധി ചക്രത്തിലും ശ്വാസം വിടുമ്പോൾ ആജ്ഞാചക്രത്തിലും ശ്രദ്ധിക്കുക. ശ്വാസം വിടുമ്പോൾ രണ്ട് പുരികങ്ങളുടെയും മധ്യഭാഗത്ത് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുമ്പോൾ തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുമ്പോൾ തൊണ്ടക്കുഴിയിലും ശ്വാസം വിടുമ്പോൾ ഇരുപുരികങ്ങളുടെ മധ്യഭാഗത്തും ശ്രദ്ധ കൊണ്ടുവരിക. ശ്വാസം എടുക്കുമ്പോൾ ശ്രദ്ധ വിശുദ്ധി ചക്രത്തിൽ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ. ശ്രദ്ധയെ ഉദരഭാഗത്തേക്ക് കൊണ്ടുവരിക. ഉദര ചലനത്തെ അറിയുക. ശ്രദ്ധ ഉദരഭാഗത്ത്, നാഭീഭാഗം. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോഴും ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴുമുള്ള ഉദരത്തിൻ്റെ ചലനത്തെ അറിയാനായി ശ്രമിക്കുക.
ശ്വാസം എടുക്കുമ്പോൾ ഉദരം വികസിച്ചു വരികയും ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഉദരം സങ്കോചിച്ചു വരികയും ചെയ്യുന്നതായി അറിയുക. നട്ടെല്ല് നിവർന്നിരിക്കണം. മുഖം ശാന്തമായിരിക്കണം. ശ്രദ്ധ ഉദരഭാഗത്ത് ശ്വാസം വരുമ്പോഴും പോകുമ്പോഴും ഉള്ള ഉദരത്തിൻ്റെ സ്വാഭാവികമായ ചലനത്തെ അറിയുക. ശ്വാസം എടുക്കുമ്പോൾ ശ്രദ്ധയെ ഉദരഭാഗത്ത് കേന്ദ്രീകരിക്കുക. ശ്വാസം വിടുമ്പോൾ ശ്രദ്ധയെ തുണ്ടക്കുഴിയിൽ കേന്ദ്രീകരിക്കുക. ശ്വാസം എടുക്കുമ്പോൾ ശ്രദ്ധ മണിപൂരക ചക്രം, നാഭീഭാഗം. ശ്വാസം വിടുമ്പോൾ ശ്രദ്ധ തുണ്ടക്കുഴിയുടെ ഭാഗം, വിശുദ്ധി ചക്ര. ശ്വാസം വിടുമ്പോൾ വിശുദ്ധി ചക്രത്തിലും ശ്വാസം എടുക്കുമ്പോൾ മണിപൂരക ചക്രത്തിലും ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുമ്പോൾ മണിപൂരക ചക്രത്തിലും ശ്വാസം വിടുമ്പോൾ വിശുദ്ധി ചക്രത്തിലും ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. നാഭി മുതൽ വിശുദ്ധി ചക്രം വരെയും വിശുദ്ധി ചക്രം മുതൽ നാഭി വരെയുമുള്ള പ്രാണന്റെ പ്രവാഹത്തെ കാണാൻ ശ്രമിക്കുക. ശ്വാസം എടുക്കുമ്പോൾ നാഭീഭാഗത്തേക്കും ശ്വാസം വിടുമ്പോൾ നാഭിയിൽ നിന്ന് ഗളഭാഗത്തേക്കും ശ്വാസം മുകളിലേക്കും താഴേക്കും യാത്ര ചെയ്യുന്നതായി അറിയുക. ശ്വാസം എടുക്കുമ്പോൾ നാഭീഭാഗത്തേക്കും ശ്വാസം വിടുമ്പോൾ ഗളഭാഗത്തേക്കും ശ്വാസം യാത്ര ചെയ്യുന്നതായി കാണുക.
ശ്രദ്ധയെ മൂലാധാര ഭാഗത്തേക്ക് കൊണ്ടുവരിക. നട്ടെല്ലിൻ്റെ ഏറ്റവും താഴ്ഭാഗം, ശ്രദ്ധയെ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെ മൂലാധാരത്തിൽ കേന്ദ്രീകരിക്കും. ശ്വാസം എടുക്കുമ്പോൾ ശ്രദ്ധയെ സഹസ്രാരത്തിലേക്ക് കൊണ്ടുവരിക, ശിരോമധ്യം. ശ്വാസം വിടുമ്പോൾ ശ്രദ്ധയെ നട്ടെല്ലിൻ്റെ താഴെ മൂലാധാരത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം വിടുമ്പോൾ മൂലാധാരത്തിൽ ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുമ്പോൾ സഹസ്രാരത്തിൽ ശ്രദ്ധിക്കുക. നട്ടെല്ല് നിവർന്നിരിക്കണം. മുഖം ശാന്തമാണ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ശ്വാസമെടുക്കുമ്പോൾ സഹസ്രാരത്തിലും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മൂലാധാരത്തിലും ശ്രദ്ധയെ കേന്ദ്രീകരിക്കും. മൂലാധാരം മുതൽ സഹസ്രാരം വരെയും സഹസ്രാരം മുതൽ മൂലാധാരം വരെയുമുള്ള പ്രാണപ്രവാഹത്തെ സൂക്ഷ്മം നിരീക്ഷിക്കുക. മൂലാധാരത്തിലൂടെ സുഷുമ്നാ നാഡിയിലൂടെ പ്രാണൻ സഹസ്രാരത്തിലേക്ക് കടന്നു വരുന്നതായും സഹസ്രാരത്തിൽ നിന്ന് സുഷുമ്നാ നാഡി വഴി മൂലാധാര ഭാഗത്തേക്ക് തിരികെ യാത്ര ചെയ്യുന്നതായും അറിയുക. മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്കും സഹസ്രാരത്തിൽ നിന്ന് മൂലാധാരത്തിലേക്കും സുഷുമ്ന വഴി യാത്ര ചെയ്യുന്ന പ്രാണന്റെ പ്രവാഹത്തെ അറിയുക. ശ്രദ്ധയെ സഹസ്രാരത്തിൽ കേന്ദ്രീകരിക്കുക. ശിരോമധ്യം. നിർഗന്തലയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അവിടെ തന്നെ ശ്രദ്ധയെ ഉറപ്പിച്ച് നിർത്തുക. സഹസ്രാര ചക്രം. ശ്രദ്ധ ശിരോമധ്യത്തിൽ, സഹസ്രാര ചക്രം. ശ്രദ്ധയെ ശിരസിന് ഒരടി മുകളിലേക്ക് കൊണ്ടുവരാം. ശിരസിന് മുകളിലായി ശൂന്യതയെ നിരീക്ഷിക്കുക. നിശബ്ദതയെ നിരീക്ഷിക്കുക.
സാവധാനം ടെറസിന് മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരിക. നമ്മുടെ ശ്രദ്ധയെ ടെറസിൻ്റെ ഭാഗം വരെ ഉയർത്തി കൊണ്ടുവരാം. ശിരസിനും ടെറസിനും ഇടയിലുള്ള നിശബ്ദതയെ, ശൂന്യതയെ അറിയാനായി ശ്രമിക്കാം. നമ്മുടെ ശ്രദ്ധയെ ആകാശത്തോളം ഉയർത്തിക്കൊണ്ടുവരാം. വിശാലമായ നീലാകാശത്തെ കാണുക. ആകാശത്തിൻ്റെ അനന്തതയെ നിരീക്ഷിക്കുക. ദീർഘമായി ഒന്ന് ശ്വാസം എടുത്തു വിടുക. ദീർഘമായി ശ്വാസമെടുത്ത് തുടർച്ചയായി ഓംകാരം ദീർഘമായി ശ്വാസം എടുക്കാം. ഓംകാര. വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കാം. ഓംകാര. വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കുക. ഓംകാര. വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കാം. ഓംകാര.
ശ്വാസം എടുക്കുക. ഓംകാര. വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കാം. ഓംകാര. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. പെതിയെ കിടക്കുക. ശവാസനം. വളരെ സാവധാനം കണ്ണുകൾ അടച്ച് തന്നെ പെതിയെ വിരിയിലേക്ക് കിടക്കാം. പാദം മുതൽ ശിരസ് വരെ അയച്ചിടുക. കാലുകൾ അകറ്റി വയ്ക്കുക. കൈകൾ അല്പം അകറ്റി കൈപ്പത്തി അന്തരീക്ഷത്തിലേക്ക് മലർത്തി വയ്ക്കാം. ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായി ഭൂമിയിലേക്ക് സമർപ്പിക്കുക. ഭാരരഹിതമായി കിടക്കുക. ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും ഭൂമിയിലേക്ക് സമർപ്പിക്കുക. ഭാരരഹിതമായി ഒരു പൊങ്ങുതടി പോലെ കിടക്കുക. ശ്രദ്ധാശ്വാസത്തിൽ. ദീർഘമായി ശ്വാസം എടുത്ത് ഓംകാര. ദീർഘമായി ശ്വാസം എടുക്കാം. വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കാം. ഓംകാര. വീണ്ടും ഓംകാര. ശ്വാസം എടുക്കാം. സാവധാനം കൈകാൽ വിരലുകൾ ചലിപ്പിക്കുക.
കൈകൾ കൊണ്ട് മുഖത്തും ശരീരാംഗങ്ങളിലും സാവധാനം സ്പർശിച്ച് സാവധാനം കണ്ണുകൾ തുറക്കാം. കൈവിരലുകളും കാൽവിരലുകളും ചലിപ്പിക്കുക. വലതു ഭാഗത്തേക്ക് ചരിഞ്ഞെഴുന്നേറ്റിരിക്കുക. വലതു ഭാഗത്തേക്ക് ചരിഞ്ഞെഴുന്നേറ്റിരിക്കുക. ദീർഘമായി ഒന്ന് ശ്വാസം എടുത്തു വിടാം.